നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി NSSന്റെയും കരിയർ ഗൈഡൻസ് ആൻഡ് സൗഹൃദ ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വിവിധ ക്ഷേത്ര ചടങ്ങുകളോടെ നടന്ന പ്രതിഷ്ഠാ ദിനാഘോഷങ്ങളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിലെ വനിതാ ഘടക പദ്ധതിയായ വനിതകൾക്ക് കരാട്ടെ പരിശീലനം പദ്ധതിക്ക് തുടക്കമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി NSSന്റെയും കരിയർ ഗൈഡൻസ് ആൻഡ് സൗഹൃദ ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. SMC ചെയർമാൻ ഷമീർ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് VH കുസൈൻ അധ്യക്ഷത വഹിച്ചു. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ശ്രുതി സുരേന്ദ്രൻ ക്ലാസിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി വർഗീസ്, ജനറൽ സ്റ്റാഫ് സെക്രട്ടറി ഹേമ, NSS ലീഡർ അർജുൻ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. അപ്പോൾ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 1000 കോടിയോളമാണ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ പരിശീലനവും ജനസംഖ്യയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം എന്നുള്ളത് ആലോചിച്ച സമയത്ത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ലോകത്തിന്റെ ജനസംഖ്യ ഒരു 5000 കോടിയായി എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടാവും? 5000 കോടി ആവില്ലേ? ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല. ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ 5000 കോടിയൊക്കെ എത്താം. ഈ 5000 കോടി ജനങ്ങൾ ഈ ലോകത്ത് ഉണ്ടായി കഴിഞ്ഞാലും അവർക്ക് ജീവിക്കാൻ വേറൊരു ഭൂമിയില്ല. ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ലോകത്തിന്റെ ജനസംഖ്യ എത്ര കോടി അധികരിച്ചു കഴിഞ്ഞാലും വരാൻ പോകുന്ന മുഴുവൻ തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് 3/4 ഭാഗത്തോളം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കുറച്ച് കരഭൂമി മാത്രമേ ഉള്ളൂ, അല്ലേ? വേറെ ഭൂമി കണ്ടുപിടിച്ചിട്ടുണ്ടാവും? ഇല്ല. എത്ര തലമുറകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ജീവിക്കാൻ വേണ്ടി ഈ മണ്ണ് മാത്രമേ ഉള്ളൂ. അവർക്ക് ശ്വസിക്കാനായി ഈ അന്തരീക്ഷത്തിലെ വായു മാത്രമേ ഉള്ളൂ. അവർക്ക് കുടിക്കാനായി ഈ മണ്ണിലെ ജലം മാത്രമേ ഉള്ളൂ എന്നതാണ് പരിസ്ഥിതി ജനസംഖ്യയുമായി വാർത്ത വന്നപ്പോഴേക്കും ആലോചിച്ചിട്ടുള്ളത്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ശുചിത്വം. പിന്നെ 2 വിഷയങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളതും ആരോഗ്യം. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ വ്യക്തി ശുചിത്വമാണ് ഒന്നാമത്തെ ലക്ഷ്യം, അല്ലേ? നമ്മൾ ആദ്യം പല്ല് തേക്കുക, കുളിക്കുക, അതുപോലെ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അതിൽ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ആളുകളിൽ ഈ വായയുടെ നാറ്റം വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. നമ്മൾ പറയും ചെങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്ന് പറയാം. അത് പറയുമ്പോൾ മാത്രം ആരും തുറന്ന് പറയാറില്ല വായയിലൊരു നാറ്റം വരുന്നെന്ന് പറയുന്നത്. ഞാൻ വളരെ സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു. പലപ്പോഴും പലർക്ക് അനുഭവപ്പെടുമ്പോൾ ആരും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഞാനത് വ്യക്തിപരമായി പലപ്പോഴും വളരെ സ്നേഹത്തോടെ പറയാറുണ്ട്. നമുക്കുണ്ടെങ്കിൽ അത് പറയുന്നതല്ല. കാരണം ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് പ്രയാസമായി മാറുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. മറ്റൊരു കാര്യം, നമുക്ക് ഈ വ്യക്തി ശുചിത്വത്തിലൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം പൊതുസമൂഹത്തിന്റെ ശുചിത്വം കൂടി വളരെ ആവശ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആരോഗ്യം തന്നെ വീണ്ടെടുക്കാവുന്നതാണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ, വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും നമ്മൾ കാത്തിരിക്കുന്ന വ്യക്തിയിലാണ്. അങ്ങനെയാണ് നമ്മുടെ ഓരോ പൗരന്മാരെയും വളർത്തിയെടുത്ത് രാജ്യത്തിന് ഉപകാരപ്രദമാവുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മള് വ്യക്തി ശുചിത്വത്തില് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മള് ഡെയിലി രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, രാവിലെയാണ് മെയിനായിട്ട് നമ്മള് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. പല്ല് തേക്കുക, കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ എന്താണ്? വ്യക്തി ശുചിത്വത്തില് വരുന്ന കാര്യങ്ങളാണ്. പിന്നെന്താ? ഫുഡ് കഴിക്കുന്നതിന് മുന്നേ, കഴിച്ചതിന് ശേഷം, അതുപോലെ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം ഒക്കെ കൈ കഴുകുന്നത്.
അതും വ്യക്തിശുചിത്വത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലേ? അല്ലേ? ഈ കൈ കഴുകാതെ ഫുഡ് കഴിക്കുന്നവരുണ്ടാവും. കൈ കഴുകുന്നതിന്റെ പ്രാധാന്യം നമുക്ക് എപ്പോഴാണ് മനസ്സിലായത്? കൊറോണ വന്നപ്പോ അല്ലേ? ആരെ കണ്ടാലും സാനിറ്റൈസർ ഉപയോഗിക്കും. ഒരു തവണ കുളിക്കാൻ വേണ്ടിയുള്ളവര് 3, 4, 5 തവണ കുളിക്കും. അല്ലെ? പുറത്തേക്ക് പോയി അകത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഡ്രസ്സൊക്കെ കഴിച്ച് കളയാ, കുളിക്കുക. ഒരു ദിവസം 4 ജോഡി 5 ജോഡി ഡ്രസ്സ് മാറും ഇല്ലേ? അപ്പോ കൈ കഴുകുന്നതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇപ്പോഴും കൈ കഴുകിട്ട് തന്നെയാണ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോ അങ്ങനെയൊക്കെയാണ് എന്ത് നമ്മുടെ വ്യക്തിശുചിത്വത്തിന്റെ കാര്യം. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ആലോചിച്ചില്ലെങ്കിലും അടുത്തിരിക്കുന്നവരുടെ കംഫർട്ടേബിൾ നമ്മൾ ആലോചിക്കണം. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വിവിധ ക്ഷേത്ര ചടങ്ങുകളോടെ നടന്ന പ്രതിഷ്ഠാ ദിനാഘോഷത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ച് കഴിഞ്ഞ ജൂൺ 3 മുതൽ ശ്രീമദ് ഭാഗവത യജ്ഞം നടന്നു. ബ്രഹ്മശ്രീ വെങ്ങല്ലൂർ കേരളം നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വൈകിട്ട് ഗജവീരന്റെ എഴുന്നള്ളിപ്പോടെ നടന്ന ശീവേലിക്ക് ചെറുശ്ശേരി പണ്ടാരത്തിൽ കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം അരങ്ങേറി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിലെ വനിതാ ഘടക പദ്ധതിയായ വനിതകൾക്ക് കരാട്ടെ പരിശീലനം പദ്ധതിക്ക് തുടക്കമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചാക്കേരി അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, വാർഡ് മെമ്പർമാരായ PC പ്രഹ്ലാദൻ, ശ്രുതി വിജിൽ, KB പ്രജിത്ത്, ജയ, സുനിത ജിനു, പഞ്ചായത്ത് സെക്രട്ടറി മുംതാസ് AV, ICDS സൂപ്പർവൈസർ രേവതി G നാഥ്, കരാട്ടെ ഇൻസ്ട്രക്ടർ ഗിഫ്റ്റി എന്നിവർ സംസാരിച്ചു. അപ്പോൾ വളരെ നല്ല രീതിയിൽ നമുക്ക് പൊതുവെ സ്ത്രീകൾക്ക് മറ്റേ കായികമായിട്ടുള്ള കഴിവുകൾ കുറവാണെന്നാണ് പൊതുവെ പറയുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് അവർക്ക് കളിക്കളങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു അഭ്യാസം കിട്ടും എന്നുള്ളത് കൊണ്ടും നമ്മൾ പൊതുവെ അത്തരം ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് അതിനുള്ള ഒരു തടയിടാനുള്ള ഒരു കഴിവ് പൊതുവെ ഇല്ലാതാണ് പറയുന്നത്. അപ്പോൾ കളിക്കളങ്ങളിലേക്ക് സ്ത്രീകൾ ഇറങ്ങി വരണം എന്നുള്ള ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള പദ്ധതികൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ലഭിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കരാട്ടെ പരിശീലനം എന്ന പദ്ധതി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ കൈ ഏതെങ്കിലും ഒരാളെ കയറി പെട്ടെന്ന് നമ്മൾ ബലമായിട്ട് പിടിച്ചാൽ നമ്മൾ ബാക്കിലേക്ക് വലിക്കും തോറും എന്തുണ്ടാവും, അത് കൂടുതൽ കൂടുതൽ ടൈറ്റ് ആയിട്ട് വരുള്ളൂ. അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് മുട്ടി പിടിച്ചോ. ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ കൈയെ മനസ്സിലായോ, പിടിയോ, എത്ര വേണമെങ്കിലും മുട്ടി പിടിച്ചോ. നമ്മൾ ഇങ്ങനെ വലിക്കും തോറും ടൈറ്റ് ആയിട്ട് വരുള്ളൂ. പകരം ഒരു സ്പ്രേ ഉപയോഗിക്കണ്ട, ജസ്റ്റ് എത്ര ടൈറ്റായിട്ടാണ് ചെയ്തത്. ആ കൈ ഒറ്റ കാര്യമാണ് ഞാൻ ചെയ്തത്, ജസ്റ്റ് മുകളിലേക്കുള്ള ആക്ഷനെ വന്നിട്ടുള്ളൂ. ചെറിയൊരു ടിപ്പാണ്, മനസ്സിലായോ. ഇതേപോലെ 1000 കണക്കിന് ടിപ്പുകൾ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അമ്മാടം കിഴക്കേ കപ്പേളപ്പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ കൊടിയേറ്റം നടന്നു. ഫാദർ ജെയിംസ് സിഞ്ചോടിക്കാരൻ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. PO വിൽസൺ, PK അഗസ്റ്റിൻ, PV ജോസ്, AN അന്തോണി എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 15 ഞായറാഴ്ചയാണ് തിരുനാൾ. തിരുനാൾ ദിനത്തിൽ വൈകിട്ട് 5:30 വളപ്രദക്ഷിണവും 7 മണിക്ക് ലതീഞ്ഞും നൊവേനയും നടക്കും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് നിർമ്മിച്ച ചാഴൂർ പല്ലവി അംഗനവാടിയുടെ ഉദ്ഘാടനം നടന്നു.
നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ നാട്ടിലത്തെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സ്ഥാപനം എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത്. ഞാൻ MLA ആയപ്പോൾ തന്നെ ഒരു പ്രഖ്യാപനം നടത്തേണ്ടായി. ആ പ്രഖ്യാപനത്തിൽ ഏറ്റവും കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിനും ആവശ്യമായ സഹായം ലഭിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് അംഗനവാടികൾ എന്നുള്ളതാണ്. നിയോജക മണ്ഡലത്തിൽ 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 12 അംഗനവാടികൾ സ്മാർട്ടായെന്നും 8 അംഗൻവാടികൾ ഫണ്ട് അനുവദിച്ചതായും MLA പറഞ്ഞു. നാട്ടിക നിയോജക മണ്ഡലത്തിലാകെയുള്ള അംഗനവാടികളിൽ ബേബി മാറ്റുകളും ഫർണിച്ചറുകളും MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ഉടനെ അനുവദിക്കുമെന്ന് MLA കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ ശോഭിരാജ്, സെക്രട്ടറി ജോയ്സി വർഗീസ്, ICDS സൂപ്പർവൈസർ നിത എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിനെ കൊടിയേറി. ഫൊറോന വികാരി റവറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ജൂൺ 13 വെള്ളിയാഴ്ചയാണ് തിരുനാൾ. തിരുനാൾ ദിനത്തിൽ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, 10 മണിക്ക് ലതീൻ, നൊവേന, ആഘോഷമായ പാട്ടുകുർബാന, പള്ളിചുറ്റി പ്രദക്ഷിണം, ബാൻഡ് വാദ്യം, ഉച്ചയ്ക്ക് 1:30 വരെ നേർച്ചയൂട്ട് എന്നിവ നടക്കും. ഫൊറോന വികാരി റവറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുളിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ ടിൻഡോ ജോസ്, ഡിനോ ദേവസി, ആൻഡോ മേക്കാട്ടുകുളം, അനിൽ ആന്റണി, തിരുനാൾ കൺവീനർ റിനോയ് ജോൺസൺ, അന്തോണി നാമധാരികൾ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, KCYM, ജീസസ് യൂത്ത്, CLC എന്നീ യുവജന സംഘടനകൾ, സെന്റ് ആന്റണീസ് കുടുംബ കൂട്ടായ്മ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നാട്ടിക MLA CC മുകുന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. TI മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളികൾക്ക് ദേശീയാടിസ്ഥാനത്തിൽ കൂലിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ സമഗ്ര നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. KM കിഷോർ കുമാർ, TK മാധവൻ, VR മോഹൻദാസ്, ജ്യോതിലക്ഷ്മി വസന്തൻ, KK പ്രദീപ്, MV ശിവരാമൻ, KB ജോഷി ബാബു, സജീവ് മാക്കോത്ത് എന്നിവർ സംസാരിച്ചു. വലപ്പാട് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പേരെ പോലീസ് പിടികൂടി. വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട വലപ്പാട് തിരുപ്പഴഞ്ചേരി സ്വദേശി മണക്കാട്ടുപടി വീട്ടിൽ അപ്പു എന്ന് വിളിക്കുന്ന 30 വയസ്സുള്ള അഖിൽ, നാട്ടിക പോളി ജംഗ്ഷൻ സ്വദേശി താറോട്ട് വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന 42 വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 8-ാം തീയതി രാത്രി 10 മണിക്ക് അഞ്ചങ്ങാടി സ്വദേശി ഊണുങ്ങൽ വീട്ടിൽ ബൈജു എന്നയാളെ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ബൈജുവിന്റെ സുഹൃത്ത് പ്രതികളുടെ കയ്യിൽ നിന്ന് 350 രൂപ വാങ്ങിയത് തിരികെ കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താൽ അഞ്ചങ്ങാടി ഷാപ്പിനടുത്തുള്ള വഴിയിൽ വെച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. അഖിലിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ഒരു കേസും, നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും, കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ മനുഷ്യജീവന് അപകടം വരുത്തുന്ന വിധത്തിൽ മദ്യപിച്ച് വാഹനമോടിച്ച ഒരു കേസുമുണ്ട്. രഞ്ജിത്തിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു വീട് കയറി ആക്രമണം നടത്തിയ കേസും തീവെച്ച് നാശനഷ്ടം വരുത്തിയ കേസുമുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ എബിൻ CN, സിനി, CPOമാരായ സതീഷ്, പ്രണവ്, സാഞ്ചൽ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. BKMU തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ സമരം BKMU ജില്ലാ പ്രസിഡന്റും നാട്ടിക MLAയുമായ CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. BKMU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PS ബാബു അധ്യക്ഷത വഹിച്ചു. BKMU ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹക്കെതിരെ ശക്തമായ താക്കീതായി
കർഷക തൊഴിലാളികൾക്ക് വേണ്ടി സമഗ്ര നിയമ നിർമ്മാണം നടത്തുക, സ്വകാര്യ മേഖലയിൽ ST, SC, OBC സംവരണം ഏർപ്പെടുത്തുക, ജാതി സെൻസസ് നടപ്പാക്കുക, തൊഴിലുറപ്പ് തൊഴിൽ ദിനങ്ങൾ 200 ദിവസം ആക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മണ്ഡലം സെക്രട്ടറി MV ജോർജ്, AITUC മണ്ഡലം സെക്രട്ടറി KN രഘു, AITUC മണ്ഡലം പ്രസിഡന്റ് I സതീഷ് കുമാർ, മഹിളാ സംഘം സെക്രട്ടറി ലീന മജീദ്, AIYF മണ്ഡലം സെക്രട്ടറി GM അഖിൽ, അരവിന്ദ് കൃഷ്ണ, സിജോ പുറത്തൂർ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ സമരത്തിന് BKMU നേതാക്കളായ നികേഷ്, അമ്പിളി സുധീർ, ആസാദ്, ശാന്ത അപ്പു എന്നിവർ, BKMU മണ്ഡലം ജോയിന്റ് സെക്രട്ടറി രാമദാസ് എന്നിവർ നേതൃത്വം നൽകി. പാലപ്പള്ളി കുണ്ടായിൽ ശക്തമായ ഇടിമിന്നലിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറി 3 പേർക്ക് പരിക്കേറ്റു. മലയൻ വീട്ടിൽ ശശീന്ദ്രൻ, ഭാര്യ സുനിത, സഹോദരൻ സത്യൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശക്തമായ ഇടിമിന്നലിൽ വീടിന് സമീപത്തെ റോഡിന്റെ വശങ്ങൾ പൊട്ടിത്തെറിച്ചാണ് 3 പേർക്കും പരിക്കേറ്റത്. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങൾ പൊട്ടിച്ചിതറുകയായിരുന്നു. സമീപത്തുള്ള ശശീന്ദ്രന്റെ വീടിന് മുകളിലേക്കും മരങ്ങളിലേക്കും കോൺക്രീറ്റ് കഷ്ണങ്ങൾ തെറിച്ചു വീണു. വൈദ്യുത പോസ്റ്റിലെ ബൾബും പൊട്ടിച്ചിതറി. പാലപ്പള്ളിയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരിക്കെ ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. EKK ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ടോറസ് ലോറിക്ക് മുകളിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കെ മരം കടപുഴകി വീണത്. കുന്നംകുളം തൃശൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ചേലക്കരയിലേക്ക് മെറ്റൽ എടുക്കാൻ പോകുന്നതിനിടെയാണ് ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണത്. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. മരം വീണതോടെ മേഖലയിൽ വൈദ്യുത ബന്ധം താറുമാറായി. ചൂണ്ടൽ മരത്തംകോട് റോഡിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി NSSന്റെയും കരിയർ ഗൈഡൻസ് ആൻഡ് സൗഹൃദ ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വിവിധ ക്ഷേത്ര ചടങ്ങുകളോടെ നടന്ന പ്രതിഷ്ഠാ ദിനാഘോഷങ്ങളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിലെ വനിതാ ഘടക പദ്ധതിയായ വനിതകൾക്ക് കരാട്ടെ പരിശീലനം പദ്ധതിക്ക് തുടക്കമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.